വലിയങ്ങാടി അപകടത്തിൽ കോഴിക്കോട് മേയർ ഭവനിലേക്ക് UDF മാർച്ച്. വിവരങ്ങളുമായി സലാം മുഹമ്മദ് ചേരുന്നു. സലാം, പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണോ? നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ഇപ്പോൾ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടിരിക്കുകയാണ്. 2 ബാരിക്കേഡുകളും മറിച്ചിട്ടു. ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. അതിശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് മേയറുടെ ഭവനിലേക്ക് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരംഭിച്ച് മേയറുടെ ഭവനിലേക്ക് എത്തി. ആ സമയത്താണ് പോലീസ് നേരത്തെ തന്നെ ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടയുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡുകൾ മറിച്ചിട്ട് അതിനുള്ളിലേക്ക് കയറാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ തടഞ്ഞത്. ആ രീതിയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് UDF കടന്നിരിക്കുന്നത്. വലിയങ്ങാടിയിലെ ഈ കെട്ടിടം തകർന്നത് 4 പേർ മരിക്കാനിടയായ സംഭവത്തെ കുറെ കൂടി ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മേയർ ഭവനിൽ സമാപിക്കുന്ന രീതിയിലാണ് പ്രതിഷേധം തയ്യാറെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ മേയർ ഭവനിന് മുമ്പിൽ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം തന്നെ ഈ പ്രതിഷേധ മാർച്ചിൽ നമുക്ക് കാണാം. ആ രീതിയിൽ ഇവിടെ എത്തിയ സമയത്ത് തന്നെ നേരത്തെ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ബാരിക്കേഡുകളൊക്കെ മറിച്ചിട്ട് അതിനുള്ളിലേക്ക് കടന്നു കയറാനാണ്. അങ്ങനെ വലിയ രോഷം വിരമിച്ച പ്രതിഷേധം തന്നെയാണ് UDF പ്രവർത്തകരുടെയും UDF നേതാക്കളുടെയും ഭാഗത്തുണ്ടാകുന്നത്. UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ആ രീതിയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് പാടുപെട്ട് ഈ പ്രവർത്തകരെ ഈ മേയർ ഭവനിനുള്ളിലേക്ക് കടക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള സമരം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കുകൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രോഷാകുലരായ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് ഈ ബാരിക്കേഡ് തള്ളി മറിച്ചിടുകയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ അല്പം ശാന്തമായിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോർപ്പറേഷൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നാൽ പിന്നീട് എന്തുകൊണ്ടാണ് ഈ കെട്ടിടം പൊളിക്കുന്നതിൽ കാലതാമസം വന്നത്, അതിന് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം കോർപ്പറേഷൻ നേരിട്ടിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ് ഈ 4 പേരുടെയും ജീവൻ നഷ്ടമാകുന്നതിനിടയാക്കിയതെന്നുള്ള ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF പ്രധാനപ്പെട്ട കോൺഗ്രസ് മുസ്ലിം ലീഗ് അടക്കമുള്ള UDFിന്റെ പ്രധാന കക്ഷികളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് 10 മണിയോടുകൂടി വലിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ മേയറുടെ ഭവന് മുമ്പിൽ തന്നെ പോലീസ് ഈ പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് തടഞ്ഞ് ആ രീതിയിൽ നേതാക്കളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ് ഈ രീതിയിലുള്ള 4 പേരുടെ മരണത്തിനിടയാക്കിയ കെട്ടിടം തകരാനിടയാക്കിയ സംഭവം ഉണ്ടാക്കിയത്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാലാവധി കഴിഞ്ഞ് ഈ കെട്ടിടം നിലനിർത്തിയത്, അല്ലെങ്കിൽ കെട്ടിടം പൊളിക്കണമെന്ന് കോർപ്പറേഷൻ ഒരു തീരുമാനമെടുത്തിട്ടും എന്തുകൊണ്ട് കെട്ടിടം പൊളിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കോർപ്പറേഷൻ കടന്നില്ല. അതിൽ കോർപ്പറേഷന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വീഴ്ച തന്നെയാണ് ഈ 4 പേരുടെ ജീവൻ നഷ്ടമാകുന്ന വലിയൊരു അപകടത്തിനിടയാക്കിയതെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് UDF വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി കോഴിക്കോട് കോർപ്പറേഷനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് UDF നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഇന്നലെ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിഷേധങ്ങളുണ്ടായി. കോർപ്പറേഷൻ ഓഫീസിനുള്ളിലേക്ക് വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മേയർ ഭവനിലേക്ക് വലിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ ഉള്ളിലേക്ക് കടക്കുന്നത് തടഞ്ഞ് കോർപ്പറേഷൻ മേയർ ഭവന് മുമ്പിൽ തന്നെ പ്രവർത്തകരെ നിർത്താൻ പോലീസിനായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതിഷേധ മാർച്ച് തടയാൻ പോലീസിനായിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയും വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം പ്രവർത്തകർ വലിയ രോഷാകുലരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വലിയ രീതിയിലുള്ള